സെക്യുലർ പ്രോസിലേക്ക് പോകുന്നത്. അതിനെ എല്ലാ രീതിയിലും ആദ്യകാലത്ത് മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൃതികൾ പിന്നീട് മതത്തിന്റെ അതീതമായി സെക്യുലർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകും. മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും. 14th century witnessed number of secular composition but considered inferior to religious prose. എന്തൊക്കെ പറഞ്ഞാലും സാഹിത്യത്തെ അന്ന് മതത്തിന്റെ താഴെയാണ് ആൾക്കാർ കണ്ടത് ആ കാലത്ത്. ചോസറുടെ ടെയിൽ ഓഫ് മെലീബിയസ് എന്ന് പറഞ്ഞ ബുക്കൊന്നും മത ബുക്കിന്റെ അടുത്തേക്ക് എത്തിയില്ല. അത്രയൊന്നും അധികം ആൾക്കാർ വായിക്കില്ല, ലിറ്ററേച്ചർ ഒന്നും വായിച്ചു തുടങ്ങിയിട്ടില്ല ആൾക്കാർ ആ കാലത്ത്. 5th century continued to produce literary expressions. The language came close to everyday speech. ഈ ഒരു ഘട്ടത്തിൽ മാത്രമാണ് അതിന്റെ ഭാഷ സാധാരണക്കാരന്റെ ലാംഗ്വേജായി മാറി. അതുവരെ കാവ്യാത്മകമായതും ദൈവം സംസാരിക്കുന്ന അർമേനിയൻ ലാംഗ്വേജാണ് ക്രൈസ്റ്റ് സംസാരിച്ചത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ തരത്തിൽ ഉള്ളൊരു ലെവലിലേക്കാണ് അത് ഉയർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ വന്ന ആളാണ് സർ തോമസ് മലോറി ലാ മോട്ട് ഡിയാദർ എന്ന് പറഞ്ഞ് ദ ടെയിൽസ് ഓഫ് ലെജൻഡറി കിങ് ആർതർ ആൻഡ് നൈറ്റ്സ് ഓഫ് ദ റൗണ്ട് ടേബിൾ. ഇതാണ് ആദ്യത്തെ പ്രോസ് വർക്ക് മതഗ്രന്ഥത്തിന്റെ പുറത്ത് നടക്കുന്നത്. കിങ് ആർതർ എന്ന് പറയുന്ന ലെജൻഡറി ക്യാരക്ടറാണ് ശരിക്കും. ഒറിജിനലായിട്ട് ഇങ്ങനത്തെ ഒരു രാജാവ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ദിസ് പെർട്ടിക്കുലർ ക്യാരക്ടർ ഈസ് ലെജൻഡറി. അപ്പോൾ അദ്ദേഹത്തിന്റെ നൈറ്റ്സ് ഞാൻ മന്ത്രിമാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറയാം, റൗണ്ട് ടേബിൾ. അവർ റൗണ്ട് ടേബിളിൽ ഇരുന്നിട്ടാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് റൗണ്ട് ടേബിളിന് വലിയ പ്രാധാന്യം ഉണ്ട്. റൗണ്ട് ടേബിളിന്റെ ഒരു പ്രത്യേകത ഞാൻ കോർണേഴ്സ് ഇല്ല. അപ്പൊ എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്നാണ് റൗണ്ട് ടേബിൾ കാണിക്കുന്നത്. എന്ന് വെച്ച് സ്ക്വയർ ആയിട്ടുള്ള ടേബിളാണ്, അതിന് മൂലകളും നടുവും ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് റൗണ്ട് ടേബിളിന്റെ കോൺസെപ്റ്റ്. അപ്പൊ ഈ തുല്യ പ്രാധാന്യമുള്ള ആൾക്കാർ ചുറ്റും ഇരിക്കുമ്പോൾ നമ്മൾ റൗണ്ട് ടേബിൾ എന്ന് പറയും. സോ കിങ് ആർതറും നൈറ്റ്സിനെയും പറ്റിയിട്ടുള്ള കഥ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ വിക്രമാദിത്യത്തെ കഥ പോലത്തെ ഒരു കഥയാണ്, ഏകദേശം ഞാൻ പറഞ്ഞ പോലെ. ബേസ്ഡ് ഓൺ അഥോറിയൻ സ്റ്റോറീസ് ആൻഡ് എക്സിസ്റ്റഡ് ഇൻ ഫ്രഞ്ച് പ്രോസ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ്. ഇത് ഫ്രാൻസിലാണ് ഇതിന്റെ ഒറിജിൻ ഉണ്ടായത്. അതുകൊണ്ടാണ് ടൈറ്റിൽ തന്നെ ലീ മോ ഡിയാദർ എന്നൊക്കെ കൊടുത്തത്. ലീ എന്ന് പറഞ്ഞാൽ ദ എന്നുള്ള വാക്കാണ്. ദ ആദർ സ്റ്റോറീസ്, ദ മോട്ട് ആദർ സ്റ്റോറീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മിഡിൽ ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും ഉണ്ടായിരുന്ന ചില കഥകളെ എടുത്തിട്ട് തോമസ് മലോറി എഴുതിയിട്ടുള്ള ബുക്കാണ് ലാ മോട്ട് ഡിയാദർ. ഹെലൻ കൂപ്പർ ഒപ്പീൻസ്. ഹെലൻ കൂപ്പർ ഒരു ക്രിട്ടിക്കാണ്. അദ്ദേഹം പറഞ്ഞു, ദി ബുക്ക് കവേഴ്സ് മേജർ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഓഫ് ദ ടൈം ആൻഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ബുക്ക് ഓഫ് ഹിസ്റ്ററി ദാൻ ഫിക്ഷൻ. അപ്പോൾ ഇത്തരം കഥകൾ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ കഥകളൊക്കെ തന്നെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശും. അന്ന് ചരിത്രം പ്രത്യേകമായിട്ട് എഴുതപ്പെടില്ല, അതുകൊണ്ട് തന്നെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള കഥകളാണ് ഇത്, റാദർ ദാൻ എ ബുക്ക് ഓഫ് ഫിക്ഷൻ എന്ന് പിന്നീടുള്ള വിമർശകരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.